ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഫുട്ബോളർമാരിൽ ഒരാളാണ് ഷറഫ് അലി. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആരാധനാ കഥാപാത്രം ഷറഫ് അലി, പാപ്പച്ചൻ, അതുപോലെ VP സത്യൻ, കുരികേഷ് മാത്യു, തോബിയാസ്, പിന്നെ അഷിം, അങ്ങനെ ഒരുപാട് കേരള പോലീസ്, KT ചാക്കോ, അലക്സ് എബ്രഹാം, ഇങ്ങനെ ആ ഒരു യുവത്വത്തിൻ്റെ ഒരു നിലയുണ്ട്. ഇവരുടെ കാലത്താണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ സുവർണകാലം എന്ന് പറയുന്നത് ഇവരുടെ കാലമാണ്. മലയാളികൾ തന്നെയായിരുന്നു മൊത്തം. അന്ന് ഒരു ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ച 8 മലയാളികൾ അതിനകത്ത് ഉറപ്പായിട്ടും ഫൈനൽ 11 കളിച്ചുകൊണ്ടിരുന്ന ഒരു സമയമാണ്. അത് പറഞ്ഞാൽ കേരള പോലീസിന് നല്ല ഉഗ്രൻ ടീമാണ്. കേരള പോലീസിലേക്ക് കൊണ്ടുവന്ന ടീമുകളാണ് ഷറഫ് അലി, സത്യൻ, പാപ്പച്ചൻ, IM വിജയൻ, ഈ പറഞ്ഞ പിന്നെ അതുപോലെ ടൈറ്റാനിയത്തിനും KSRTCക്കും KSCBക്കും സെൻട്രൽ എക്സൈസിനും എല്ലാവർക്കും ഫുട്ബോൾ ടീമുള്ള ഒരു സമയമാണ്. മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം ഇത്തരത്തിലുള്ള കായിക താരങ്ങളെല്ലാം കേരള പോലീസിലേക്ക് അവർ വിദ്യാഭ്യാസ യോഗ്യതയെക്കാൾ വലിയ പദവി നൽകി അവിടെ നിയമിച്ചിട്ടുണ്ട്. അതുപോലെ ടൈറ്റാനിയം, അന്ന് കോഴിക്കോട് പ്രശസ്തമായ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നുണ്ടായിരുന്നു. സെഡ് നാഗ്ജി എന്ന് പറയുന്നത് അന്ന് ഇന്ത്യയിലെ ഈ ഡുറന്റ് കപ്പ് പോലെ ഇന്ത്യയിലെ ക്ലബ്ബുകൾ എന്ന് പറയാൻ പറ്റില്ല, കേരള പോലീസും എക്സൈസും പോലെയുള്ള ടീമുകൾ. അതാണ് അത് കേരളത്തിലുള്ള എല്ലാ വകുപ്പുകൾക്കും ടീമുണ്ട്. ഇപ്പൊ എനിക്ക് KSCBക്കൊക്കെ ഇപ്പൊ ടീമുണ്ടോ എനിക്ക് കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ് എന്ന് പറഞ്ഞൊരു ടീം ഉണ്ടായിരുന്നു. ഈ പറയുന്ന KSRTCക്ക് ഉഗ്രൻ ടീം ഉണ്ടായിരുന്നു. അതുപോലെ ഈ പറയുന്ന KSCB, KSRTC, കേരള പോലീസ്, അവർക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് ടീം. ടൈറ്റാനിയത്തിനൊക്കെ നല്ല ടീം. ടൈറ്റാനിയം തിരുവനന്തപുരം എന്ന് പറയുന്നത് നല്ല ടീമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എല്ലാം കൂടെ നുള്ളിപ്പെറുക്കിയാണ് സത്യത്തിൽ അന്ന് ഇന്ത്യൻ ടീം ഫോം ചെയ്തത്. ഞാനത് ആലോചിക്കുകയാണ്. ഗോൾ വലയ്ക്ക് കീഴി KT ചാക്കോ അതികായനാണ്. അദ്ദേഹം നിന്ന് കഴിഞ്ഞാൽ ഒരു സൈഡിൽ കൂടെയും ഗോൾ കയറാത്ത ഒരു മനുഷ്യൻ. ഈ ഡിഫൻസിലുണ്ടായിരുന്ന ആൾക്കാരാണ് ഷറഫ് അലിയും ഈ പറയുന്ന സത്യനും. ഈ ഷറഫ് അലിയെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കെല്ലാം വലിയ സന്തോഷമായിരുന്നു. കായിക താരത്തിന് തന്നെ അറിയപ്പെടുന്ന പ്രശസ്തനായ ഒരു കായിക താരത്തിന് സ്പോർട്സ് കൗൺസിൽ പോലീസിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷമാണെന്ന് തോന്നുന്നത് അദ്ദേഹം കമാൻഡന്റ് ആയിട്ട് അങ്ങോട്ടാണ് റിട്ടയർ ആകുന്നത്. പക്ഷേ ഈ മുട്ടിൽ മരമുറിക്കാരുടെ മെസ്സി തട്ടിപ്പ് പുറത്തു വരുമ്പോൾ അതിൽ ഒരു നിർണായക പങ്കിലേക്ക് ഷറഫ് അലിയും പോവുകയാണ്. ഇന്നലെ അദ്ദേഹം ഏഷ്യാനെറ്റ് ചാനലിൽ വന്നിരുന്ന് നടത്തിയ ആ ഒരു ചർച്ചയിൽ പങ്കെടുത്ത് നടത്തിയ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ സത്യത്തിൽ അദ്ദേഹം ഒരു സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടവനെ പോലെയാണ് അതിനകത്ത് സംസാരിച്ചത്. അദ്ദേഹം വിളിച്ച് പറഞ്ഞൊരു അബദ്ധം ഞാൻ അന്തമുട്ടാണെന്ന് കണ്ടുകൊണ്ടിരുന്നത് രാത്രിയാണ്. അദ്ദേഹം പറയാണ്, എൻ്റെ വ്യക്തിപരമായ നിലയിലാണ് ഞാൻ ഇതിൽ ഒപ്പുവെച്ചതെന്നാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. അതിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരാൾ വ്യക്തിപരം അങ്ങനെ ഒപ്പിടാൻ പറ്റില്ല. അല്ല, അദ്ദേഹം പറഞ്ഞത് അതിനേക്കാട്ടി അതിൻ്റെ ആ ഒരു അതിലേക്ക് എത്താനുണ്ടായ കാരണം പുള്ളി പറയും. ഞാനൊരു ഫുട്ബോളറാണ്, എനിക്ക് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് മെസ്സിയോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ മെസ്സി വന്ന് കേരളത്തിൽ കളിച്ചാൽ കേരള ഫുട്ബോളിൻ്റെ വളർച്ചയ്ക്ക് അത് കാരണമാകും. അങ്ങനെ കേരള ഫുട്ബോൾ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയാണ് പോലും ഞാൻ ഈ കരാറിൽ ഒപ്പുവെച്ചു. അപ്പോൾ ഇദ്ദേഹം ഈ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആയിരുന്നു, അദ്ദേഹം പോലീസിൽ ഉദ്യോഗസ്ഥനായിരുന്ന സമയത്തൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ ചില നിയമവും വ്യവസ്ഥകളുണ്ടെന്ന് അദ്ദേഹത്തിന് ഓർമ്മയില്ലായിരുന്നോ? അതെ, ശ്രീത്ത് പണിക്കർ പൊളിച്ചടുക്കി കൊടുത്ത് ഷറഫ് അലിക്ക് അവസാനം ഷറഫ് അലിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. ഷറഫ് അലിയെ ആരോ പറഞ്ഞു പഠിപ്പിച്ചു വിട്ടതാണ്. ഷറഫ് അലിയെ ചർച്ചയ്ക്ക് വിട്ടത് പോലും ഇവന്മാരുടെ അജണ്ടയാണ്. ഈ അജണ്ടയ്ക്കകത്ത് ഇയാളെ പറഞ്ഞു പഠിപ്പിച്ചാണ് വിട്ടിരിക്കുന്നത്. എന്നോട് ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞു, നിങ്ങളൊരു സാക്ഷിയായിട്ട് ഒപ്പിടണം. ഞാൻ ഒരു സാക്ഷിയായിട്ട് അങ്ങ് ഒപ്പിട്ടു. അപ്പോൾ നിങ്ങൾ ആരായിരുന്നു? അപ്പം ഞാൻ കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു. പക്ഷെ ഞാൻ ഒപ്പിട്ടത് ഷറഫ് അലി എന്നുള്ള വ്യക്തി. പക്ഷെ അതിനകത്ത് കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒപ്പുവന്നിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ആൻ്റപ്പന് സംഘവും ചേർന്ന് ഒരുപാട് പേരെ പറ്റിച്ച കൂട്ടത്തിൽ ഷറഫ് അലിയെയും പറ്റിച്ചിരിക്കുന്നു. ഇപ്പം ഷറഫ് അലിക്ക് ഇതിനകത്ത് നൂറണം. ഷറഫ് അലി കേസിൽ പ്രതിയാവും. കാരണം എന്താണെന്നറിയാമോ? ഒരു സർക്കാർ ഏജൻസിക്ക് സർക്കാരിൻ്റെ അനുവാദമില്ലാതെ എങ്ങനെ ഇതിൽ ഒപ്പിടാൻ പറ്റും? ആ ചോദ്യത്തിന് പുള്ളിക്ക് മറുപടിയില്ല. അപ്പോഴാണ് പുള്ളി പറഞ്ഞത്, ഞാൻ വ്യക്തി എന്ന നിലയിലാണ് ഒപ്പിട്ടത്. അല്ല, എനിക്ക് തോന്നുന്നത് ഇതെല്ലാത്തിൻ്റെയും പ്രശ്നം എന്ന് വെച്ചാൽ മോളിൽ നിന്ന് വിളി വന്നതാണ്. ഇത് തായ്ക്കണ്ടി ബിസിനസ് ആണല്ലോ. അതെ. അപ്പോൾ ആ സ്ഥിതിക്ക് ഒപ്പിടാൻ പറഞ്ഞാണ്. കാരണം സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പദവിയല്ല, വലിയ സ്ഥാനമാണ്. അങ്ങനെ കിട്ടിയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതേ വലിയ കായിക താരമാണ്. അപ്പോൾ അവിടെ നിന്നൊരു വിളി വന്ന് ഒപ്പിട്ടേക്ക് ഞങ്ങളുടെ ഒരു കച്ചവട പരിപാടിയാണ് ഒപ്പിടാന്ന് പറഞ്ഞാൽ ഒപ്പിട്ടേ പറ്റുള്ളൂ. അത് ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഒരിടത്ത് പോലും സർക്കാരിൻ്റെ രേഖാമൂലമുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പോഴേ ഇത് നിയമവിരുദ്ധമാണ്. ഒരു രാജ്യത്തുള്ള ഒരു ഏജൻസി അല്ലെ ഒരു സ്വകാര്യ സ്ഥാപനം മറ്റൊരു രാജ്യത്തുള്ള ഒരു ഏജൻസിയുമായി കരാർ ഒപ്പിടുകയാണ്. അത് സാമ്പത്തിക കരാറിലാണ്. അതും സാമ്പത്തിക കരാർ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ത്യ മഹാരാജ്യത്ത്
ഇവരറിയാതെ ഭരിക്കുന്ന സർക്കാർ അറിയാതെ സാധാരണ കേന്ദ്ര ധനകാര്യ വകുപ്പ് വിദേശകാര്യ മന്ത്രാലയം തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിന്റെ ഫോർമാലിറ്റീസ് എല്ലാം പൂർത്തിയാക്കി ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത്രയേ ഉള്ളൂ. അത് മാത്രമല്ല, ഇതിനകത്ത് സർക്കാരിനൊരു പങ്കുമില്ല, സർക്കാരിനൊരു പൈസയും നഷ്ടമില്ല എന്ന് ഇവർ തത്തമ്മ പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എപ്പോഴും. തത്തമ്മയെ പൂച്ച 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 പൂച്ച. കേന്ദ്ര സർക്കാരിനെല്ലാം അയച്ച കത്തിൽ പറയുന്നതാണ് കേരള സർക്കാർ നടത്തുന്നതാണ്. കേരള സർക്കാരും പറ്റിച്ചു. അതുണ്ട്. പക്ഷെ കേരള സർക്കാരിൽ എവിടെയും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇവർ കേന്ദ്ര സർക്കാരിന് കത്തയച്ചിട്ടുണ്ട്. കേരള സർക്കാർ എവിടെ ഇവരെ കൊണ്ടുവന്ന് എവിടെ ആര് എങ്ങനെ തീരുമാനിച്ചു? എന്ത് തീരുമാനം? പിണറായി വിജയൻ പറഞ്ഞു, അബ്ദുറഹ്മാൻ പറഞ്ഞു, ജയതിലക് പറഞ്ഞു, വാക്കാൽ പറഞ്ഞു. വാക്കാൽ പറഞ്ഞു, അല്ലാതെ ഒരു സാധനം കീഴുദ്യോഗസ്ഥന്മാർ പെടും അവസാനം വാക്കാൽ പറഞ്ഞതനുസരിച്ചുകൊണ്ട് നിന്നല്ലേ. എന്തായാലും ഇതിനകത്ത് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിന് തക്കതായ റോള് ഉണ്ടായിരുന്നു. ഈ മനുഷ്യനോട് ഇവർ പറഞ്ഞു, നിങ്ങൾ പോയൊരു ഒപ്പിട്ട് കൊടുക്കാം. ഒപ്പിട്ട് കൊടുത്തു, അയാൾ കുടുങ്ങി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അയാൾ പോലീസ് ജോലി ചെയ്ത ആളാണ്, കേരളം കണ്ട നല്ല ഫുട്ബോളറാണ്, ഇന്ത്യ കണ്ട ഫുട്ബോളറാണ്, ലോകം അറിയുന്ന ഒരു ഫുട്ബോളറാണ്. നമ്മൾ അതായത് നമ്മുടെയൊക്കെ പ്രായം ഒരിക്കലും കളറാണ് നമുക്ക് വിശ്വാസമില്ല. അത് അത്രക്കാരനുമല്ല, വളരെ സത്യസന്ധന കായിക താരം തന്നെയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ചെന്ന് പെട്ടുപെടുത്തത് ഈ സംഘത്തിലായിരുന്നല്ലോ. നമ്മുടെയൊക്കെ പ്രായമുള്ള നമ്മുടെ ഈ പ്രായത്തിലുള്ള ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരാധനയുള്ള ഒരാളാണ്. അയാൾ ക്യാപ്റ്റനായിരുന്നു, കേരളത്തിൻ്റെ ക്യാപ്റ്റനൊക്കെ ആയിട്ടിരുന്നിട്ടുണ്ട്. ഷറഫ് അലി എന്ന് പറയുന്നത്, പിന്നെ പോലീസിൽ ജോലി ചെയ്തതും എല്ലാം വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ആ മനുഷ്യൻ ഇന്നലെ കിടന്ന് ഉരുളിച്ച കണ്ടിട്ട് സങ്കടം തോന്നി. അപ്സെറ്റാണ്. അദ്ദേഹത്തിന് എന്ത് പറഞ്ഞെന്ന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ശ്രീത്ത് പണിക്കരൊക്കെ പോലുള്ള ആൾ ശക്തമായ കാര്യങ്ങൾ വാദമുകൾ ഉന്നയിക്കുമ്പോൾ പിടിച്ചിരിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. അയാൾ അവസാനം പറഞ്ഞ് ഞാൻ വ്യക്തിപരമായി ഒപ്പിട്ടതാണ്. വ്യക്തിപരമായി എങ്ങനെ ഒപ്പിടാൻ പറ്റും? നമുക്കിപ്പോൾ 2 വസ്തുക്കച്ചവടം നടക്കുകയാണ്. അപ്പോൾ നമ്മൾ തമ്മിൽ ഒരു വസ്തുക്കച്ചവടം നടക്കും. ഷറഫ് അലി അതിലവിടെ വരുക, ഇതിലൊരു സാക്ഷിയായിട്ടൊന്ന് ഒപ്പിട്ടേക്കാൻ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, വ്യക്തിപരമായിട്ട് ഒപ്പിടാം. പക്ഷേ ഇതെന്താണ്, ഒരു അന്താരാഷ്ട്ര ടീമിനെ ആ രാജ്യത്തിൻ്റെ പേരിൽ, അത് ക്ലബിൻ്റെ പേരിലല്ല, അർജന്റീനൻ ഫുട്ബോൾ ടീം എന്നുള്ള പേരിലാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ബാഴ്സിലോണയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പിന്നെ വേറെ ഇംഗ്ലീഷ് ക്ലബ്ബുകളോ ഒന്നുമല്ല ഇതിനകത്ത് വരാൻ പോകുന്നത് സാക്ഷാൽ മെസ്സി നയിക്കുന്ന അർജന്റീനിയൻ ഫുട്ബോൾ ടീം. അത് വേറൊരു കോമഡി കൂടെ ഉണ്ട് ഇതിനകത്ത്. ഈ അർജന്റീനിയൻ ഫുട്ബോൾ ടീം എവിടെയെങ്കിലും കരാർ ഒപ്പുവെച്ചാൽ മെസ്സി ചെല്ലണമെന്നില്ല. അല്ല, മെസ്സിക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മാനേജറുണ്ട്. മെസ്സിക്ക് അദ്ദേഹത്തിൻ്റെതായിട്ട് മാനേജറുണ്ട്. അദ്ദേഹത്തിൻ്റെ മാനേജരെയാണ് മെസ്സിയെ കൊണ്ടുവരേണ്ടതുണ്ട്. അർജന്റീനൻ ഫുട്ബോൾ ടീമിനെ അവരൊരു കരാർ വെക്കും. അവർക്ക് വേണമെങ്കിൽ അവർ വന്ന് അവിടുത്തെ അണ്ടർ-17 പിള്ളേരെ വല്ലതും വേണമെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. കേരള ഫുട്ബോൾ അസോസിയേഷന്റെ ദീർഘകാലം അതിന്റെ തലപ്പത്തിരുന്നത് നമ്മുടെ മന്ത്രി അപ്പൂപ്പനായിരുന്നു. അതെ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഇതൊരു ജോയിന്റ് വെഞ്ചർ ആണെന്നൊരു സംശയമുണ്ട്. അതുപോലെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിഞ്ഞിട്ടില്ല, കേരള ഫുട്ബോൾ അസോസിയേഷൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഇത് ആരാ അറിഞ്ഞത്? ആകെ ഇത് അറിഞ്ഞത് പിണറായി വിജയൻ, അബ്ദുറഹ്മാൻ, ഈ പറയുന്ന ചീഫ് സെക്രട്ടറി ജയതിലക്, ഈ പറയുന്ന ഷറഫ് അലി, പിന്നെ ഈ പറയുന്ന ആൻ്റപ്പൻ, ട്രീ കട്ടർ ആൻ്റപ്പൻ, ഇത്രയും അറിഞ്ഞിരിക്കുന്നത്. അവസാനം ആൻ്റപ്പന് ആൻ്റപ്പൻ ഇപ്പോൾ പറയുന്നതെന്ന് അറിയോ? ഞങ്ങളോടൊന്നും ചോദിക്കണ്ട, സർക്കാരിനോട് ചോദിച്ചോളാം. സർക്കാരിനോട് ചോദിച്ചാൽ സർക്കാർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്തത്. ആൻ്റപ്പൻ പറഞ്ഞത് ഇപ്പോൾ എന്തോ പറ്റി? അപ്പോൾ അബ്ദുറഹ്മാൻ എന്താ പറയുന്നത്? ഇത് കായിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്നത്. ശരി, എവിടെ കമ്മ്യൂണിക്കേഷൻ, എവിടെ ടേംസ് ഓഫ് ഇതെന്ത്, എവിടെ? മാത്രമല്ല 19 കേസിന് പ്രതിയായ ഒരാളാണ് ഇതിന്റെ ഏറ്റവും മുഖ്യ. പിന്നെ ഇത്രയും വലിയ ഒരു പരിപാടി സർക്കാർ നടത്താൻ തീരുമാനിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങൾ സ്പോൺസറെ തിരഞ്ഞെടുത്തതെന്നുള്ള ചോദ്യം ബാക്കിയുണ്ട്. ഇതിനൊന്നും പാവം ഷറഫ് അലിക്ക് മറുപടിയില്ല. നേരത്തെ എതിരാളികളെ ഡിഫെൻഡ് ചെയ്ത് മധ്യനിരയിൽ ഏത് തരം ആക്രമണങ്ങളെയും പ്രതിരോധിച്ച് നിന്ന ഒരാളാണ് ഷറഫ് അലി ഫുട്ബോൾ ഫീൽഡിൽ. ഇപ്പോൾ പാവപ്പെട്ടവൻ ജാനലി വന്നിരുന്ന് സ്വയം കെണിച്ചാടിയിരിക്കുകയായിരുന്നു. സ്വയം കെണിച്ചാടി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം ഒന്നിനും കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇതിനൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ എഴുത്തു കുത്തിനും തപാലുണ്ട്. ഈ തപാലിൽ രേഖപ്പെടുത്തിയിട്ടാണ് ഇതായത് മന്ത്രിമാരോ കായിക വകുപ്പ് സെക്രട്ടറിയാണ് ഇത് നടത്തേണ്ടത്. ഇവന്മാർ നടത്തിയ ഈ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടതല്ല ആരാണ്? ഇവിടുത്തെ കായിക വകുപ്പിന് സെക്രട്ടറി. അറിയാം, നമ്മുടെ ചാനലുകളിലൊക്കെ തന്നെ ഒരു സീരിയലൊക്കെ വരുമ്പോൾ സ്പോൺസേർഡ് ബൈ എന്ന് കാണിക്കുന്നത് അയാളല്ല എൻ്റെ പ്രൊഡ്യൂസർ. അവർ സ്പോൺസറാണ്, പ്രൊഡ്യൂസർ വേറൊരാളാണ്. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഈ ട്രീ കട്ടർമാർ ഇതിൻ്റെ സ്പോൺസേഴ്സ് മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ നടത്തിപ്പുകാരൻ ആരാണെന്നുള്ളതാണ്. നടത്തിപ്പാരാണ് സർക്കാരിന് മാത്രമേ ഇത് നടത്താൻ കഴിയൂ. അത്രേ ഉള്ളൂ. ട്രീ കട്ടറിന് ഇതിനകത്തെ രസം എന്താണെന്ന് ചോദിച്ചാൽ 70% വരുമാനം 100%, അതിൽ 70% ട്രീ കട്ടറിനും 30% അർജന്റീന ഫുട്ബോളിനും കൊടുക്കുന്നു. അതെ. അപ്പോൾ ഇവിടെ ഈ സ്റ്റേഡിയം വിട്ടുകൊടുത്ത സർക്കാർ സ്റ്റേഡിയം
പോലീസ്, പിന്നെ ആരോഗ്യം, ഇവരുടെ എല്ലാ ഇത് വേണ്ടേ? പിന്നെ മന്ത്രിയും സിംഗടികളും കൂടെ ചേർന്ന് സ്പെയിനിൽ പോയത് ഇതെല്ലാം വെച്ച് നോക്കിയിട്ട് ഇവർ പറയുകയാണ് സർക്കാരിന് 1 രൂപയുടെ നഷ്ടമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് നഷ്ടം? ആർക്കാണ് നഷ്ടം? ട്രീ കട്ടറിനാണ് നഷ്ടം. യുവമാർക്ക് എവിടുന്ന ഈ പൈസ? അതാദ്യം അന്വേഷിക്കണം. ഈ 126 കോടി എന്ന് ഇവർ പറയുന്നല്ലോ, ഈ എവിടുന്നാണ് പൈസ? സംസ്ഥാന BJP നേതൃത്വം പണ്ടുണ്ടായിരുന്നത് പോലത്തെ അവസ്ഥയിലല്ല. രാജേന്ദ്രശേഖർ വന്നതിന് ശേഷം വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചാൽ ഇവനെല്ലാം ED വന്ന് പിടിച്ചോണ്ട് പോകും. അതായത് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവനയൊക്കെ നടത്തിയിട്ടുണ്ട്. എത്രത്തോളം? പക്ഷേ യുവമാർക്ക് ട്രീ കട്ടറിനകത്ത് പലർക്കും നിക്ഷേപം ഉള്ളതായിട്ട് പറയും. BJP നേതാക്കൾക്ക് കേരളത്തിന് പുറത്തുള്ളവർക്ക് ട്രീ കട്ടറിൽ നിക്ഷേപം ഉള്ളതായിട്ട് പറയുന്നു. അവർ അക്കാര്യം മറച്ചു വെക്കാൻ വേണ്ടി BJPക്കെതിരെ വാർത്ത കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയും പറയുന്നു. എന്താണെങ്കിലും പാവപ്പെട്ട ഒരു മനുഷ്യൻ, ഷറഫ് അലി എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ മുഴുവൻ ഫുട്ബോൾ പ്രേമികളും ആരാധിച്ചിരുന്ന ഒരു മനുഷ്യൻ ഒറ്റ രാത്രി കൊണ്ട് അദ്ദേഹത്തിന് ഇന്നലെ അവസാനം നാക്കൊക്കെ കുഴയുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ടെൻഷൻ അടിച്ചിട്ടാന്ന് തോന്നുന്നു. എന്തായാലും അദ്ദേഹം ഒരുമാതിരി എന്തോ ഒരു സ്ഥലജല വിഭ്രാന്തിയിൽപ്പെട്ട പോലെയാണ് പുള്ളി സംസാരിച്ചുകൊണ്ടിരുന്നത്. വിനുവിയോണൊക്കെ ഓരോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ആകെ വബ്ബ അടിക്കുകയാണ്. അതിനകത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി അദ്ദേഹം അടിച്ച ഈ ഒരു സാധനം വ്യക്തിപരമായി ഞാൻ ഒപ്പിട്ടു. ഇത് പിന്നീട് ഇപ്പം പറഞ്ഞ സാധനം പിന്നീട് പല വിധത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്താണെങ്കിലും ഷറഫ് അലിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് സഹതപിക്കാൻ മാത്രമേ കഴിയുള്ളൂ. കാരണം അദ്ദേഹം ഒരു കായിക താരമായിപ്പോയി. കഷ്ടാലത്തിന് ഈ മാഫിയ സംഘത്തിൽ ചെന്ന് കഴുത്ത് കൊടുത്തു. അത്ര അതാണ് കാരണം. ഇപ്പോൾ അയാൾ ഓർക്കുന്നുണ്ടാവും, ഞാൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആകേണ്ടിയിരുന്നില്ല.